ശബരിമലയെപ്പറ്റി പറയുമ്പോൾ അത് മതമൈത്രിയുടെ സന്ദേശം നൽകുന്നു എന്ന് ജലീൽ പറയുന്നു. ജലീൽ മറ്റൊരു കാര്യവും പറഞ്ഞു. എന്തേ താങ്കൾ അതൊന്നും ഓർക്കാതിരിക്കുന്നു? ഞാൻ അവിടെ പോയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് കോന്തുനായരും മമ്പുറം സെയ്തലിക്കോയ തങ്ങളും തമ്മിലുള്ള ഗാഠമായ ഊഷ്മളമായ ബന്ധത്തെപ്പറ്റിയുള്ള അറിവുകളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആ സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒന്നിലേറെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഞാൻ അവിടെ എന്തിനു വന്നു? ഞാൻ ഇനി ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാനാണോ വന്നത്? അതോ ഞാൻ വിശ്വാസിയാണോ? ഇനി ഞാൻ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ മതസൌഹാർദ്ദത്തിന്റെ സന്ദേശമാണോ പറയേണ്ടത്? അതല്ല ഒരു വിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ്, അതുകൊണ്ട് ആ നിലയിൽ ഞാൻ അതിനെ കണ്ടു. ഇങ്ങനെയൊക്കെ തരംതിരിച്ച് പറയാൻ കെ ടി ജലീൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അടിപ്പെട്ടല്ല ഈ സാഹചര്യങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയിട്ടുള്ളത്. താങ്കളുടെ പ്രശ്നമാണത്. ഇവിടെ 2 മന്ത്രിമാര് പോയി. ഈ 2 മന്ത്രിമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കെ ടി ജലീൽ മാത്രത്തെ ചർച്ച ചെയ്യുന്നത്, കടകംപള്ളി കൂടി ചർച്ച അതിലേക്ക് വരാം. ഒരു വിഷയം ഈ പാനലിലുള്ള മറ്റംഗങ്ങൾ കൂടി പ്രതികരിക്കട്ടെ. ശ്രീ പി എം മനോജിലേക്ക് ആദ്യം. ശ്രീ മനോജ്, ഈ നവമാധ്യമത്തിൽ ശ്രീ വി മുരളീധരൻ കെ ടി ജലീലിനെ വിമർശിച്ചും കടകംപള്ളിയെ വിമർശിച്ചും എഴുതിയ പോസ്റ്റ് താങ്കൾ വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. താങ്കളും സജീവമായി നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. എന്തുകൊണ്ട് ഈ നവമാധ്യമം വി മുരളീധരൻ ഇതിനായി ഉപയോഗിച്ചു? എന്താണ് ആ വിമർശനത്തിന്റെ കാതൽ? എന്താണത് നൽകുന്ന സന്ദേശം? വിമർശനത്തിന്റെ കാതൽ ഇപ്പോൾ ശ്രീ വി മുരളീധരൻ പറഞ്ഞ തീർത്തും അവാസ്തവമായ ഒരു പ്രസ്താവന തന്നെയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും ജലീലിനെ കുറിച്ചും പറഞ്ഞു. ജലീലിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയ വാക്കുകളുണ്ട്. എന്താ? തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കെ ടി ജലീൽ ശബരിമലയെ വെറും ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള പിക്നിക് സ്പോട്ടായി കണ്ടാണ് പോയതെങ്കിൽ അത് ശരിയല്ല. എന്റെ അറിവിൽ കെ ടി ജലീലിന് അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല. മുൻ സിമിക്കാരനായ ജലീൽ ഒരു സുപ്രഭാതത്തിൽ കുളിച്ച് കുറിതൊട്ട് മതേതരവാദി ആയെന്ന് പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല എന്നാണ് ശ്രീ വി മുരളീധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം കെ ടി ജലീൽ എന്ന മന്ത്രി, ആ മന്ത്രി ശബരിമലയിൽ പോയത് നാട്ടിൽ നിലനിൽക്കുന്ന മതസൌഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു കാരണമായി സോഷ്യൽ മീഡിയ വലിയ തോതിൽ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൽ അസഹിഷ്ണുത പൂണ്ട് ഇട്ട പോസ്റ്റ് അല്ലാതെ എന്താണത്? രണ്ടാമത്, ഈ ശ്രീ വി മുരളീധരന്റെ മറുപടി CPM-കാരോ അല്ലെങ്കിൽ വേറെ മതനിരപക്ഷവാദികളോ ഒന്നല്ല, അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. ഒരാൾ എഴുതിയിരിക്കുന്നു, എന്താ, BJP അനുഭാവി, സംഘ അനുഭാവി എന്ന നിലയിൽ പറയുന്നു, ഇത്രയ്ക്ക് തരം താഴരുത്. രാവിലെ ജന്മഭൂമിയിലും കേസരിയിലും ഭാരതഭൂമിയിൽ ജനിച്ചവർ മുഴുവൻ ഹിന്ദുവാണെന്നും ഹിന്ദു എന്നത് ഒരു മതമല്ലെന്ന സുപ്രീം കോടതി ഷെയറും ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് ഇമാതിരി പണി ചെയ്യരുത്. അത് മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് ആയാലും കൊള്ളാമെന്ന്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സാധനമല്ല. ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി അതിൽ പ്രകടിപ്പിക്കപ്പെടും. ഇപ്പൊ നോക്കൂ, ശ്രീ വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കും അതിന് താഴെ അതിനെതിരെ ഇട്ട കമന്റുകൾക്കും കിട്ടിയ സ്വീകാര്യത വെറുതെ ഒന്ന് നോക്ക്. യഥാർത്ഥത്തിൽ ആരാണ് ശ്രീ വി മുരളീധരൻ? അദ്ദേഹം ഈ കെ ടി ജലീൽ അവിടെ പോയത് ഭക്തിപൂർവ്വമാണോ ഭക്തിപൂർവ്വം അല്ലേ എന്ന് പരിശോധിക്കാൻ ഞാൻ വിശ്വാസിയല്ല. പക്ഷെ എന്റെ കൂടെയുള്ള ആരെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ കൂടെ പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് ശ്രീ വി മുരളീധരൻ എങ്ങനെ ആജ്ഞാപിക്കും? അവിടെയാണ് വിഷയം. ഇത് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അത് സുഗമമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 9 മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം പമ്പേ പോയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ സന്നാഹങ്ങളോടുകൂടി ആ കാര്യം നിർവഹിക്കുമ്പോൾ അതിനെതിരെ അത് നന്നായി പോകാൻ പാടില്ല. അത് നന്നായി പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഭരിക്കുന്നത്, കുഴപ്പമല്ലേ? അതുപോലെ അവിടെ മതസൌഹാർദ്ദത്തിന്റെ വേദിയാണ് അത് എന്ന് പറയാൻ പാടില്ല. അങ്ങനെയുള്ള സൂചന പുറത്തു വരാൻ പാടില്ല. അങ്ങനെ വന്നാലോ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയത, ആ വർഗീയതയ്ക്ക് സ്വീകാര്യത കിട്ടോ? ഇല്ല. അപ്പൊ അത്തരം തീർത്തും നമ്മൾ പല ആളുകളും ഇതിൽ ഈ പ്രതികരണങ്ങൾ കണ്ടത് ശശികലയാകാമോ മുരളീധരൻ, കുമ്മനമാകാമോ മുരളീധരൻ, ഇങ്ങനെ ഇത്രമാത്രം വർഗീയ വിഷം തുപ്പാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹം തുപ്പിക്കൊണ്ടിരിക്കുന്നത് കടുത്ത വർഗീയ വിഷമാണ്, വിഷത്തിന്റെ വിഷമാണ്. കടകംപള്ളിയുടെ കാര്യത്തിൽ കൂടി മറുപടി. ശ്രീ പി എം മനോജ്, കടകംപള്ളിയുടെ കാര്യത്തിൽ കൂടി മറുപടി. കടകംപള്ളിയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണല്ലോ. അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം
ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സന്നിധാനത്തിൽ ചെന്നപ്പോൾ തൊഴുതത് ആത്മാർത്ഥമായി ഭക്തിയോടെയാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. ഭക്തിപൂർവ്വമെങ്കിൽ ആ പരിവർത്തനത്തെ CPM എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുകൂടി അറിയണം. വേണു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട രക്തസാക്ഷി പ്രമേയമാണ്. ആ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനും വേണുവും അടങ്ങുന്ന മാധ്യമ സമൂഹം ആ സമ്മേളനത്തിന്റെ പൊതു അന്തരീക്ഷത്തിന്റെ ഭാഗമായി രക്തസാക്ഷി പ്രമേയം അംഗീകരിക്കുമ്പോൾ ഒരു മിനിറ്റ് മൗനമാചരിക്കാൻ നിൽക്കും. ഓരോ അന്തരീക്ഷത്തിലും നമ്മൾ ചെന്നെത്തുന്ന ഓരോ അന്തരീക്ഷത്തെയും മാനിക്കുക എന്നത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം പോലും ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രൻ തൊഴാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവര് നാളെ എന്താ പറയാ? കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ ചെന്ന് ആ ക്ഷേത്രത്തോടും അവിടുത്തെ മൂർത്തിയോടും അനാദരവ് കാണിച്ചു. ശരി ഇത്തരം ശ്രീ വി മുരളീധരൻ കാത്തു നിൽക്കുന്ന ഇവരിൽ നിന്ന് ശരി ശ്രീ മനോജ്.